ന്യൂക്ലിയേറ്റൈഡ്സിന്റെ +1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് +1 സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടോപ്പിക്ക് തുടങ്ങുന്നത് തന്നെ ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്നാണ്. നമുക്കറിയാം എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ ഓരോരോ ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിക്കും ഇവിടെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബ്രാഞ്ചാണ് ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ആൻഡ് അനലിറ്റിക്കൽ കെമിസ്ട്രി. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉണ്ട്, നാനോ കെമിസ്ട്രി ഉണ്ട്, പെട്രോളിയം കെമിസ്ട്രി ഉണ്ട്, അങ്ങനെ എക്സെട്ര കുറേ കെമിസ്ട്രികൾ ഇനിയുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അഞ്ചെണ്ണമാണ്. എന്താണ് ഫിസിക്കൽ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുക? ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെയോ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള റിയേജന്റിന്റെയോ ഫിസിക്കലും അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെയോ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെയോ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ നൽകുന്ന ബ്രാഞ്ചസ് ആണ് ഏത് ഫിസിക്കൽ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പൊ ഞാനൊരു എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് വെച്ചോ, അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ തിയററ്റിക്കൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നൽകുന്നത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് ആയിരിക്കും. അടുത്തത് ഇനോർഗാനിക് കെമിസ്ട്രി. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചാടി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകാം. ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് സുപരിചിതമാണ് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. എവിടെയാ 10ാം ക്ലാസ്സിൽ നോമൻക്ലേച്ചർ, എഥിലീൻ, മെഥിലീൻ, പ്രോപ്പീൻ, ബ്യൂട്ടീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരിക. എന്ത് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട്, അതായത് കാർബണും ഹൈഡ്രജനും അടങ്ങുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ടെന്ന് പറയുക. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എഥിലീൻ, മെഥിലീൻ, പ്രോപ്പീൻ, ബ്യൂട്ടീൻ എന്ന പേര്, നോമൻക്ലേച്ചറും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി. എന്ത് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചുള്ള സ്റ്റഡി, കാർബണും ഹൈഡ്രജനും അടങ്ങുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് ഓർഗാനിക് കെമിസ്ട്രി. അങ്ങനെ വരുവാണെങ്കിൽ നേരെ തിരിച്ച് കാർബണും ഹൈഡ്രജനും ഒഴികെയുള്ള, അതായത് ഹൈഡ്രോ കാർബണുകൾ അല്ലാത്ത കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഹൈഡ്രോ കാർബൺ അല്ലാത്ത കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഇനോർഗാനിക് കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി അടുത്തത് ബയോ കെമിസ്ട്രി. എന്താ ബയോ കെമിസ്ട്രി? കെമിസ്ട്രി റിലേറ്റഡ് ഓഫ് ലിവിങ് സിസ്റ്റം. അത് തന്നെ നമ്മൾ ബയോളജി പേര് തന്നെ ഉണ്ട്, ബയോളജി അല്ലേ? അതായത് ബയോളജി പ്ലസ് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി. ഞാൻ ഇതിനെക്കുറിച്ച് വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നെക്സ്റ്റ് അനലിറ്റിക്കൽ കെമിസ്ട്രി. വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നടത്താറുണ്ട്. ഇനി നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു കോമ്പൗണ്ട് വന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലിനൊക്കെ ഇതിനകത്ത് ക്ലോറിൻ ഉണ്ടോ, അതുപോലെ അമോണിയ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാറില്ലേ? അത് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു നമ്മളോട്, അതും എന്താണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ഭാഗമാണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിസ്ട്രിയുടെ ബ്രാഞ്ചസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ഈ ഓരോരോ ബ്രാഞ്ചസ് വെച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് തിരിയുന്നുണ്ടാവും. ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നേച്ചർ ഓഫ് മാറ്റർ. എന്താണ് മാറ്റർ നോക്കാം. സംതിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് പൊസസ് മാസ്. അതായത് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാൻ കഴിവുള്ളതും മാസ് ഉള്ളതുമായ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത് മാറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇതൊരു മാറ്റർ ആണോ എന്നുള്ള ചോദ്യം, ഇതൊരു മാറ്റർ ആണ്. കാരണം എന്താ? ഇതിന് മാസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്യുപ്പൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റേഴ്സ് ഏതാണെന്ന് നോക്കാം. എക്സാമ്പിൾ, സോളിഡുകൾ എല്ലാം മാറ്റർ ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് ഒരു മാറ്റർ ആണ്. അതുപോലെ തന്നെ ഗ്യാസസ് ഒരു മാറ്റർ ആണ്. അതായത് നമ്മുടെ എയർ ഒക്കെ ഒരു മാറ്റർ ആണ്. ചോദ്യമാണ്, എയർ ഒരു മാറ്റർ ആണോ? ഇപ്പൊ നമ്മൾ മാറ്റർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും മാറ്റർ ആണെന്ന് പറയും. അല്ലെങ്കിൽ നോക്കൂ, എയർ ഒരു മാറ്റർ ആണോ? അതിന് മാസ് ഉണ്ടോ? അതുപോലെ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ടയർ എടുക്കുന്നു, ടയറിനകത്ത് കാറ്റടിക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ബലൂൺ ആയിക്കോട്ടെ, ബലൂൺ എടുക്കുന്നു. ബലൂണിനകത്തോട്ട് ഞാൻ ഇങ്ങനെ വീർപ്പിക്കാൻ പോവാണ്. ബലൂൺ ഇവിടെ നിന്ന് ഊതി വീർപ്പിക്കാൻ പോവുകയാണ്. വീർപ്പിച്ചത് കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് മൊത്തം എന്തായിരിക്കും? പിന്നെ ബലൂണിനകത്ത് മൊത്തം എയർ ആയിരിക്കും അല്ലെ? അത് വീർത്തിരിക്കും. ആ എയറിന് ഒരു സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ ബലൂണിനെ ഞാൻ ഒരു ത്രാസിലിട്ട് തൂക്കുന്നു വിചാരിക്കൂ. ഒരു കാലി ബലൂണും അതുപോലെ തന്നെ ഞാൻ ഊതി വീർപ്പിച്ച ബലൂണും കൂടെ ഒരു ത്രാസിലിട്ട് തൂക്കുവാന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി ആ വീർപ്പിച്ച ബലൂൺ എന്ത് ചെയ്യും? അല്പം താഴ്ന്നു നിൽക്കും. ദാറ്റ് മീൻസ് അതിന് മാസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്, അത് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന് മാസ് ഉണ്ട്. അതുകൊണ്ട് എയർ ഈസ് എ മാറ്റർ. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ കൺസിഡർ ചെയ്ത് അല്ലെ? ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. നെക്സ്റ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റേഴ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെയായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഡിഫറൻസ് നോക്കാം. സോളിഡ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. സോളിഡ് എങ്ങനെയാണ് കാണപ്പെടുക? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ, അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? തിക്കിലി പാക്ക്ഡ് ആയിരിക്കും, വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക അല്ലേ? എന്നാൽ നമ്മൾ ലിക്വിഡിലേക്ക് പോകുമ്പോഴോ അവ തമ്മിൽ കുറച്ചെന്നുണ്ടാവും,
എന്തുണ്ടാവും? അകൽച്ച അല്ലെ, ഡിഫറൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. അടുത്തത് ഗ്യാസിലേക്ക് പോവുകയാണെങ്കിലോ അവ വളരെ ലൂസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അപ്പം അങ്ങനെ വരുന്ന കാരണം ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളും വളരെ അടുത്ത് വരുന്ന കാരണം അതിന് എന്തുണ്ടാവും? സോളിഡിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും. അപ്പൊ എന്താ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സോളിഡ് ഒരു ഉപ്പാന്ന് വിചാരിക്കുക, NaCl. അപ്പൊ ഇതിനകത്ത് എന്തുണ്ടാവും? Na പ്ലസ് അയോൺ ഉണ്ടാവും, Cl മൈനസ് അയോൺ ഉണ്ടാവും, Na പ്ലസ് അയോൺ ഉണ്ടാവും, Cl മൈനസ് അയോൺ ഉണ്ടാവും അല്ലെ? ഈ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അത് കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കും? നമ്മുടെ ഈ NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയത് കാരണം നമ്മുടെ സോളിഡിന് എന്തുണ്ടാവും? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും? വോളിയം ഉണ്ടാവും ഇല്ലേ? ഇതിനൊരു ഡെഫിനിറ്റ് വോളിയം ഇല്ലേ? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലേ? അതെന്താണ്? ഇതൊരു സോളിഡ് ആണ്. ഇനി അടുത്തത് ലിക്വിഡിന്റെ കേസിലേക്ക് വരുമ്പോൾ, ലിക്വിഡിൽ ഞാൻ പറഞ്ഞു അത് തമ്മിലുള്ള അട്രാക്ഷൻ, ഇന്റർന്യൂക്ലിയർ അട്രാക്ഷൻ വളരെ കുറച്ച് വീക്കാണ്, അതായത് ഇച്ചിരി അകന്നിരിപ്പുണ്ട്. അതുകൊണ്ട് അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാകുകയില്ല. ഫോർ എക്സാമ്പിൾ വെള്ളത്തിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അത് ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ, അതിപ്പോൾ ഗ്ലാസ് ഒഴിച്ചാൽ ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും, നിലത്തൊഴിച്ചാൽ അതിങ്ങനെ പടർന്നു കളിക്കും. അപ്പൊ അതേ ഷേപ്പ് ആയിരിക്കും, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. എന്നാൽ അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. നമ്മൾ പറയാറില്ലേ 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ വോളിയം എന്നൊക്കെ. അത് കൊണ്ട് ഇതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അടുത്തത് ഗ്യാസസിന്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഇന്റർന്യൂക്ലിയർ അട്രാക്ഷൻ വളരെ കുറവാണ്, അതിങ്ങനെ പറന്നു നടക്കുകയാണ് അല്ലേ? അതായത് ഗ്യാസസിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇവിടുന്ന് ഞാൻ ഓക്സിജനെ കുറച്ച് പിടിച്ചു, ഷേപ്പ് ഉണ്ടോ? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഡെഫിനിറ്റ് വോളിയം ഇല്ല. അതിന് പ്രഷർ കൊടുത്ത് നമ്മൾ പല പല വോളിയത്തിലേക്ക് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതാണ് നമ്മുടെ മാറ്ററിന്റെ 3 സ്റ്റേജുകളും അതിന്റെ ഓരോരോ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്ര നേരം നമ്മൾ എന്തൊക്കെ പഠിച്ചു? കെമിസ്ട്രിയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് പഠിച്ചു, മാറ്റർ എന്താണ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. The matter can be classified into 2, mixture and pure substance. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് മിക്സ്ചർ എന്നല്ലേ? നമ്മൾ കേട്ടേക്കുന്നത് മിക്സ്ചർ എന്നായിരിക്കും, മിക്സ്ചർ എന്നായിരിക്കുകയാണ്. അപ്പൊ എന്താ ഈ മിക്സ്ചർ നമ്മൾ പറയുക? അതിനകത്ത് കടലയുണ്ട്, അതുപോലെ നീണ്ടിരിക്കുന്ന സാധനമുണ്ട്, പല പല പൊരികള്, തരികള്, ചിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അല്ലേ? അത് തന്നെ ഇവിടെ മീൻ ചെയ്യുക. എന്താ മിക്സ്ചർ? മോർ ദാൻ 1 ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ്. എ കോമ്പൗണ്ട് ഹാവ് മോർ ദാൻ 1 ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മിക്സ്ചർ. ഒരു കോമ്പൗണ്ടിൽ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ചർ. നമ്മുടെ മിക്സ്ചറിൽ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഇല്ലേ? കടലയില്ലേ, നീണ്ടിരിക്കുന്ന സാധനം ഇല്ലേ, ചിപ്സ് ഇല്ലേ, അതുപോലെ തരികളും പൊരികളൊക്കെ ഇല്ലേ? അപ്പൊ അതെന്താണ്? മിക്സ്ചർ ആണ്. അനദർ എക്സാമ്പിൾ നമ്മൾ കെമിസ്ട്രി റിലേറ്റ് ചെയ്തെങ്കിൽ പറയാം, എയർ. എയർ ഈസ് എ മിക്സ്ചർ. കാരണം എന്താ? അതിനകത്ത് മോർ ദാൻ 1 ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട് അല്ലേ? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, അങ്ങനെ പല 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 എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പല 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 സബ്സ്റ്റൻസുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും എയർ ഈസ് എ മിക്സ്ചർ. ദാറ്റ് മീൻസ് മിക്സ്ചർ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാവ് മോർ ദാൻ 1 ടൈപ്സ് ഓഫ് കമ്പോണന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് മാറ്ററിന്റെ പ്യുവർ സബ്സ്റ്റൻസ്. എന്താ പ്യുവർ സബ്സ്റ്റൻസ്? ഓൺലി 1 ടൈപ്സ് ഓഫ് കമ്പോണന്റ്. അതിൽ ഒരു കമ്പോണന്റ് മാത്രമേ കാണുള്ളൂ. എക്സാമ്പിൾ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്. ആ വെള്ളത്തിന്റെ അകത്ത് ശുദ്ധമായ വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിന് നമുക്ക് എന്തെന്ന് പറയാം? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. കലക്കൽ വെള്ളം ഒന്നും എടുത്തൊന്നും കേട്ടോ. കലക്കൽ വെള്ളത്തിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മണ്ണുണ്ടല്ലേ? മണ്ണുണ്ട്, ചെളിയുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതെന്താ? മിക്സ്ചർ, കലക്കൽ വെള്ളം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ശുദ്ധമായ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. കാരണം അതിൻ്റെ അകത്ത് H2O എന്ന് പറയുന്ന ഒരേ ഒരു കമ്പോണന്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് മോർ ദാൻ 1 ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മിക്സ്ചർ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ സാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ എയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് പ്യുവർ സബ്സ്റ്റൻസ് എടുക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസിനകത്ത് എന്തുണ്ട്? ഓൺലി 1 ടൈപ്സ് ഓഫ് കമ്പോണന്റ് അല്ലേ? ഒരേ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ എന്താ നമ്മൾ പറഞ്ഞത്? വാട്ടർ. അതുപോലെ പെട്രോളിനകത്ത് പെട്രോൾ മാത്രമല്ലേ ഉള്ളൂ. മണ്ണെണ്ണ മിക്സ് ആവുന്നുണ്ടോ? ഇല്ല. ഡീസൽ മിക്സ് ആവുന്നുണ്ടോ? ഇല്ല. അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നമ്മൾ ഇടുന്ന ഓർണമെന്റ്സ്, അതായത് ഗോൾഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണോ അതോ മിക്സ്ചർ ആണോ? എന്തായിരിക്കും? ഗോൾഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും നല്ല പ്യുവർ ആയിട്ട്, പ്യൂരിറ്റി ഓഫ് അല്ലെ? പ്യൂരിറ്റി എന്നൊക്കെ ഓർക്കും. പക്ഷെ അല്ല കേട്ടോ, ഗോൾഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. നമ്മൾ ഇടുന്ന ഗോൾഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. കാരണം അതൊരു മിക്സ്ചർ ആണ്. കാരണം അതിൻ്റെ അകത്ത് ഗോൾഡും
കോപ്പർ അടങ്ങുന്നുണ്ട് അല്ലേ? 2 കമ്പോണന്റ് ആയില്ല ഇപ്പം തന്നെ. അത്യാവശ്യം കുറച്ചൊക്കെ സിൽവർ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അപ്പൊ നമ്മൾ പറയുന്ന ഗോൾഡ് ഒരു മിക്സ്ചർ ആണ്. എന്നാൽ പ്യുവർ ഗോൾഡ് 100% ഗോൾഡ് അതെന്തായിരിക്കും? അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് പറയാം. നമുക്ക് കിട്ടുന്ന ഗോൾഡ് 916 ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? 91.6% മാത്രമേ അതിൻ്റെ അകത്ത് ഗോൾഡ് ഉള്ളൂ. ബാക്കി 8.4% അനദർ കമ്പോണന്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്? അല്ല, അത് പ്യുവർ സബ്സ്റ്റൻസ് അല്ല, അത് മിക്സ്ചർ ആണ്. അപ്പൊ നമ്മൾ മാറ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, മിക്സ്ചർ എന്നും പ്യുവർ സബ്സ്റ്റൻസ് എന്നും. അടുത്തത് മിക്സ്ചറിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. എന്താ ഹോമോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുക? ഹോമോജീനിയസ് മിക്സ്ചർ ഹാവ് എ യൂണിഫോം കോമ്പോസിഷൻ അല്ലെ? ഹോമോജീനിയസ് മിക്സ്ചറിന് ഒരു യൂണിഫോം കോമ്പോസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മീൻ ചെയ്യുക? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു സാൻഡ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സാൻഡ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എന്തായിരുന്നു പറഞ്ഞത്? എയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നെക്സ്റ്റ് ഞാൻ ചോദിക്കുകയാണ് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുകയാണ്. ഷുഗർ സൊല്യൂഷൻ ഷോർട്ട് ഫോം ആട്ടോ, സൊല്യൂഷന്റെ ഷോർട്ട് ഫോം ആണ്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുക? അതിനകത്ത് ഷുഗറും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടറും ഉണ്ട്. ഷുഗർ സൊല്യൂഷൻ അങ്ങനെയാണെങ്കിൽ അതൊരു മിക്സ്ചർ ആണെന്ന് നമുക്കറിയാം. ഷുഗർ പ്ലസ് വാട്ടർ മിക്സ്ചർ ആണ്. ഇവിടെ എന്റെ ചോദ്യം, എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണോ? എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണോ? എന്താ ഹോമോജീനിയസ് മിക്സ്ചർ ആവാനുള്ള കണ്ടീഷൻ? ദേ ഹാവ് യൂണിഫോം കോമ്പോസിഷൻ. ഞാൻ ഇവിടുന്ന് കുറച്ച് എയർ ഇങ്ങ് പിടിച്ചിട്ട് അതിന്റെ കോമ്പോസിഷൻ ചെക്ക് ചെയ്യുകയാണ്. കോമ്പോസിഷൻ ചെക്ക് ചെയ്തപ്പോൾ ഇതൊരു അടഞ്ഞ റൂമാണ്. ഇവിടെ ഓക്സിജൻ ഞാൻ പുറത്തേക്ക് അകത്തോട്ട് സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഇവിടെ ഞാൻ ഈ ഒരു എയറിന്റെ കോമ്പോസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും, ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. എന്നാൽ ഞാൻ ശുദ്ധമായി പുറത്തേക്ക് ഇറങ്ങുന്നു, ശുദ്ധമായ ഒരു എയറിനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എയറിനെ ഇങ്ങോട്ട് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവായിരിക്കും. കാരണം ശുദ്ധമായ എയറാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പൊ അവിടെ കോമ്പോസിഷൻ എയറിന്റെ ഈക്വൽ ആയിട്ടാണോ വന്നേ? അല്ല. അവിടെ ഒരു യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടോ? ഒരുപോലെയുള്ള കോമ്പോസിഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എയർ ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നു ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ പ്ലസ് വാട്ടർ അല്ലെ? നമ്മൾ മിക്സ് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് എടുക്കുന്നു, ഇച്ചിരി വെള്ളം ഒഴിച്ചു, പഞ്ചസാര ഇട്ടു, നന്നായിട്ട് ഇളക്കി, ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്തു. എന്നിട്ട് അടിയിൽ നിന്ന് ഇച്ചിരി കോരി കുടിച്ചു, മേളിൽ നിന്നും കോരി കുടിച്ചു. മധുരം ചെക്ക് ചെയ്യുന്നു, ഒരേ മധുരമായിരിക്കില്ല. ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ പണ്ട് സോഡ അടിക്കുന്ന പോലെ അല്ല കേട്ടോ. അതായത് അടിയിൽ പഞ്ചസാര വീണ്ടും കിടക്കുന്ന പരിപാടിയല്ല. അതായത് മൊത്തം ഡിസോൾവ് ആയി അതിൻ്റെ അകത്ത്. എന്നിട്ട് അടിയിൽ നിന്ന് ഇച്ചിരി കുടിച്ചു, മേളിൽ നിന്ന് ഇച്ചിരി കോരി കുടിച്ചു. എന്തായിരിക്കും? മധുരം അതിന്റെ ഒരുപോലെ ആയിരിക്കും. എല്ലായിടത്തും അതിന്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. That means homogeneous mixture have uniform composition and heterogeneous mixture have no uniform composition. Example നമ്മൾ പഠിച്ചല്ലേ? എന്താ? ഹോമോജീനിയസിന് ഷുഗർ സൊല്യൂഷൻ, ഹെട്രോജീനിയസിന് എയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. മിക്സ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, homogeneous mixture and heterogeneous mixture. The homogeneous mixture is they have uniform composition. Example എന്താണ്? sugar solution. Heterogeneous mixture എന്താണ്? they have no uniform composition. Example air. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് പ്യുവർ സബ്സ്റ്റൻസിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? they have only one component അല്ലേ? ഇപ്പം വാട്ടർ തന്നെ എടുക്കുകയാണെങ്കിൽ വെള്ളം ഒരു ശുദ്ധമായ കമ്പോണന്റ് ആണ്. അതുപോലെ പെട്രോൾ ഒരു ശുദ്ധമായ കമ്പോണന്റ് ആണ്, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് എന്ന് നമ്മൾ പറയും. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്, എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും. ഇവിടെ എന്താ എലമെന്റ്? നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ 118 മൂലകങ്ങളുള്ളത്, എല്ലാം എന്താണ്? എലമെന്റുകളാണ് അല്ലെ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, അങ്ങനെ പറഞ്ഞ് ഉള്ളതെല്ലാം എന്താണ്? എലമെന്റുകളാണ്. അതിനകത്ത് എന്ത് മാത്രമേ കാണുള്ളൂ? ഒരേ ഒരു ആറ്റം മാത്രമേ കാണുള്ളൂ അല്ലെ? ഹൈഡ്രജൻ എടുക്കുവാണെങ്കിൽ ഹൈഡ്രജൻ, കാർബൺ എടുക്കുവാണെങ്കിൽ കാർബൺ, നൈട്രജൻ എടുക്കുവാണെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ. അങ്ങനെ ഒരു എലമെന്റ് മാത്രം അല്ലെങ്കിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുക? എലമെന്റ് എന്ന് വിളിക്കുക. ഇനി കോമ്പൗണ്ട്, ഡിഫറെന്റ് എലമെന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ H2O എന്ന് പറയുന്നു. H2Oയിൽ എന്തുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. HCl എടുക്കുന്നു, അതിനകത്ത് ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്, അതൊരു കോമ്പൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ H2Oയ്ക്കകത്ത് 2 കമ്പോണന്റ് ഇല്ലേ, അതുകൊണ്ട് അതൊരു മിക്സ്ചർ അല്ലേ?
നോക്കൂ, H2O-ക്കകത്ത് രണ്ട് കമ്പോണന്റുകളില്ല, അവിടെ രണ്ട് എലമെന്റുകൾ, രണ്ട് ആറ്റമാണത്, രണ്ട് കമ്പോണന്റ് അല്ല. വാട്ടർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റും അല്ലെങ്കിൽ വേറൊരു സാൻഡോ അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അവിടെ ഇല്ല. രണ്ട് എലമെന്റുകളാണ് അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങളാണ് അവിടെ ഉള്ളത്. ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റമാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് H2O എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടുമാണ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി. നോക്കൂ, ഷുഗർ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ലെമൺ ജ്യൂസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളോട് ചോദിക്കുവാണ്, ഇത് മിക്സ്ചർ ആണോ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? എന്താണ്? അടിപൊളിയായിട്ട് നല്ല ശുദ്ധമായിട്ട് ഉണ്ടാക്കി തന്നാണ് നിങ്ങൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നിങ്ങൾ പറയും അതിനകത്ത് ലെമണിന്റെ കണ്ടന്റ് ഉണ്ട്, ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട്, വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം അതെന്താണ്? they have more than one types of component, that means it is a mixture. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത് മിക്സ്ചറിൽ ഏതാണ്? ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? നിങ്ങൾ കുടിച്ചു നോക്കുന്നു, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുടിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരേ ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? they have uniform composition, therefore it is a homogeneous mixture. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര വേണ്ട, ഒരു കൽക്കണ്ടം നിങ്ങൾക്ക് തരുന്നതാണ്. ഒരു കൽക്കണ്ടം എടുത്തിട്ട് കഴിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് മിക്സ്ചർ ആണോ അതോ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് ആണോ എന്ന് നോക്കുന്നു. കല്ലില്ലാത്ത ചെളിയില്ലാത്ത ശുദ്ധമായ കൽക്കണ്ടമാണ്. അപ്പൊ നിങ്ങൾ പറയുകയാണ് എന്ത് സാറേ, അതിൻ്റെ അകത്ത് ഷുഗർ ഇതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കാരണം അതിനകത്ത് ആ ഒരു ഷുഗറിന്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് ഓൺലി വൺ കമ്പോണന്റ്, ദാറ്റ് മീൻസ് അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, അതൊരു എലമെന്റ് ആണോ? അപ്പൊ അതൊരു എലമെന്റ് ആണോ അതോ കോമ്പൗണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് തെളിയിച്ചു അല്ലെ. കൽക്കണ്ടം നിങ്ങൾക്ക് തന്ന സാധനം പ്യുവർ സബ്സ്റ്റൻസ് ആണ് നിങ്ങൾ തെളിയിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, അത് എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അതൊരു കോമ്പൗണ്ട് ആണ്. കാരണം എന്താണ്? അപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിൽ C6H12O6 അല്ലെ. അതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതൊരു എലമെന്റ് അല്ല, മറിച്ച് എന്താണ്? എലമെന്റിന്റെ കൂട്ടമാണ് അല്ലെ. അതൊരു കോമ്പൗണ്ട് ആണെന്ന് പറയും. അപ്പൊ നമുക്ക് ഏതൊരു കമ്പോണന്റ് തന്നാലും, എന്തൊരു കോമ്പൗണ്ട് തന്നാലും, അത് മിക്സ്ചർ ആണോ അതോ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? മിക്സ്ചർ ആണെങ്കിൽ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? പ്യുവർ ആണെങ്കിൽ എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ എന്ന് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് SI യൂണിറ്റ് ആണ്. ഓക്കെ, എന്താ SI എന്നോട് മീൻ ചെയ്യുക? സിസ്റ്റമിക് ഇന്റർനാഷണൽ. ഇവിടെ യൂണിറ്റുകൾ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വീട്ടിലേക്ക് എന്തായാലും ദൂരമാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയുകയാണ് 4, 300, 200 ഇങ്ങനെയാണോ പറയുക? അല്ല, 4 കിലോമീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ എന്നായിരിക്കും പറയാം. നിങ്ങൾ അവിടെ ഒരു ഏകകം യൂസ് ചെയ്യുന്നു, അതായത് അത് പറയാൻ വേണ്ടി ഒരു യൂണിറ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് വരുന്ന കെമിസ്ട്രി ക്ലാസ്സുകളിൽ കുറെ കാൽക്കുലേഷൻസ് ഉണ്ടാവും. എല്ലാ കാൽക്കുലേഷനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകും. ഓരോ ടോപ്പിക്കിന്റെയും കാൽക്കുലേഷൻ, അതായത് ടോപ്പിക് വൈസ് നമ്മൾ പറയും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട ഹോംവർക്കുകൾ നമുക്ക് തരും. അവിടെയെല്ലാം നമുക്ക് പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങളാണ് യൂണിറ്റ്സ് എന്ന് പറയുന്ന SI യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ആ കാൽക്കുലേഷനിൽ നമുക്കിവിടെ നമ്മൾ പഠിക്കേണ്ട ലെങ്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. പക്ഷെ കാൽക്കുലേഷനിൽ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിലോമീറ്ററിലായിരിക്കും തന്നിരിക്കുന്ന 1 കിലോമീറ്റർ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ SI യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും നോക്കാം. ലെങ്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. അതുകൊണ്ട് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിലോമീറ്ററിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കും? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യുക. അന്നേരം ഞാൻ അതിന്റെ കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അടുത്തത് മാസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഗ്രാമിലായിരിക്കും തന്നിരിക്കും, നമ്മൾ എന്ത് ചെയ്യും? അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ടൈം, സെക്കൻഡ്, നമുക്ക് മിനിറ്റിലോ അവറിലോ ആയിരിക്കും തന്നിരിക്കുക. നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ? എസിലേക്ക് അല്ലാതെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യാൻ. കാരണം ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അടുത്തത് ഇലക്ട്രിക് കറണ്ട്, ആംബിയർ, ടെമ്പറേച്ചർ, കെൽവിൻ, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഇഷ്ടംപടി കാൽക്കുലേഷൻ ടെമ്പറേച്ചർ ബേസ് ചെയ്ത് പഠിക്കാനുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മുടെ കാൽക്കുലേഷനിൽ തരിക. നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തു പഠിക്കേണ്ട ഒരു കാര്യമാണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഇനി ഒരു കാരണവശാലും നമ്മൾ ഒരു കാൽക്കുലേഷനിൽ പോലും
എന്ത് യൂസ് ചെയ്യില്ല? ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യില്ല. അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുക? കെൽവിൻ ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്തായിരിക്കും? മോൾ, 1 മോൾ, 2 മോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിക്കണം നമ്മൾ. ലെങ്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ എന്താണ്? സെക്കൻഡ് ആണ്, ഇലക്ട്രിക് കറണ്ടിന്റെ എന്താണ്? ആംബിയർ ആണ്, ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ ആണ്, ലൂമിനസ് ഇന്റൻസിറ്റിയുടേത് കാൻഡിലയാണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെത് മോൾ ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഏതൊക്കെയാ? ഒന്ന് മാസ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാൽക്കുലേഷനും ഏകദേശം 90% കാൽക്കുലേഷനിലും മാസിന്റെയും ടെമ്പറേച്ചറിന്റെയും കൺവേർഷൻ, അതായത് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് പിന്നെ ബാക്കിയുള്ള അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, നമുക്ക് എന്നാലും യൂസ് ചെയ്യാനുണ്ട്, നമുക്ക് അന്നേരം പറഞ്ഞു പോകാം. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഒന്നാമത്തെ എന്താ പഠിച്ചത്? ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രീസ് പഠിച്ചല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? മാറ്റർ പഠിച്ചു, മാറ്റർ എന്താന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാറ്റേഴ്സ് പഠിച്ചു, മാറ്റേഴ്സിന്റെ എന്താ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, പിന്നെ SI യൂണിറ്റ് പഠിച്ചു. അപ്പം ഇത്രയും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ വീണ്ടും ഒന്നും കൂടെ അറിയാൻ മേലാത്ത ഭാഗം ഒന്നും കൂടെ കേൾക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. കാണുമ്പോഴേക്കും നന്ദി.